invite the next contestant, contestant number 12, Aishwarya Lakshman. Aishwarya, you can choose. എടുത്തോളൂ, ധൈര്യമായിട്ട് എടുത്തോളൂ. ആരാണ്? I'm so happy. Sajna Salim ma'am. Why are you so happy? She is just an inspiration for me. പുരുഷനെ കെണിയിൽപ്പെടുത്താൻ ചില സ്ത്രീകൾ നിയമം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? Thank you for the question. According to me, അങ്ങനെ ചെയ്യാൻ പാടില്ല. But we women, not all, കുറച്ച് പോർഷൻ women, they are നേരത്തെയൊക്കെ ലൈക്ക് ആണുങ്ങൾ പെണ്ണുങ്ങളെ യൂസ് ചെയ്യാറുണ്ട്. But in today's life, it's like പെണ്ണുങ്ങൾ ആണുങ്ങളെയാണ് യൂസ് ചെയ്യുന്നത്. But it is like some portion, not all women. So ആ ഒരു കുറച്ച് പോർഷൻ കാരണം maybe that's it. Thank you, ma'am. Thank you so much. The next contestant number 25, Ashwati Ranjit. Okay, and now it's your chance to choose a judge. Finally! Ashwati, you are selected for the final. But there is an emergency in your home. You can only choose one. Either go for Mrs. Kerala 2019 final and skip the emergency in your home. അല്ലെങ്കിൽ വീട്ടിലെ എമർജൻസി അറ്റൻഡ് ചെയ്യാം. You have to skip Mrs. Kerala 2019 final. Which would you choose and why? Thank you for the question, sir. Actually ഇതുപോലൊരു സിറ്റുവേഷൻ തന്നെയാണ് വീട്ടിൽ. ഇത്രയ്ക്ക് എമർജൻസി ഇല്ല എന്നേ ഉള്ളൂ. ഏത് സമയവും ഞാൻ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം അച്ഛൻ ബെഡ് റിഡൺ ആണ്, എപ്പോൾ വേണമെങ്കിലും ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഞാനിത് സെലക്ട് ആയി എന്ന് അറിഞ്ഞ ദിവസം തൊട്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കുകയാണ്, വേറെ തടസ്സങ്ങളൊന്നും വരലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ കേസ് ക്വസ്റ്റ്യൻ ചോദിച്ച പോലെ അങ്ങനെ ഒരു എമർജൻസി വരികയാണ്, എൻ്റെ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടി നിൽക്കുകയുള്ളൂ. കാരണം ഇതുപോലെയുള്ള ചാൻസസ് ഇനിയും ഇഷ്ടം പോലെ വരും. അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കുകയുള്ളൂ. Great answer. Nice, honest answer. Thank you. Thank you so much, Ashwati. Let me invite contestant number 20, Ramya Suryakumar. Ramya, lovely lady in green, it's your chance to choose your favorite judge, I hope. Rahul Ishwar. Ramya, recently, sorry to take the name because it's everyone knows, Priyanka Reddy was brutally killed in Hyderabad. I had the misfortune or the privilege, I don't know what it is, to go to Hyderabad to a particular spot. And there was an intense debate that followed, whether what the police did there is right. പോലീസ് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് വലിയൊരു വാഗ്വാദം തന്നെ നമ്മുടെ നാട്ടിലുണ്ടായി. വിത്ത് വൺ സെക്ഷൻ സേയിങ് ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചനോ തമിഴ് സിനിമയിൽ വിജയോ ചെയ്യുന്നതാണ് അവർ ചെയ്തത്, നന്നായി തീരട്ടെ. ദി അതർ സെക്ഷൻ സേയിങ് അങ്ങനെയല്ല, ദർ ഇസ് എ ഡ്യൂ പ്രോസസ് ഓഫ് ലോ, യു ഷുഡ് ബി കോഷ്യസ്, അതർവൈസ് ഇറ്റ് ക്യാൻ ബി മിസ്യൂസ്ഡ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ പോലീസ് എൻകൗണ്ടർ ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ഹാങ്ങിങ് ദ റേപ്പിസ്റ്റ്സ്? Thank you for the question, sir. ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഈ തീരുമാനത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കും. കാരണം എന്നെപ്പോലെ തന്നെ ജോലിക്ക് പോയ ഒരു ദിവസം വൈകുന്നേരം തിരിച്ചു വീട്ടിലെത്താതിരുന്ന ആ സ്ത്രീ ആ രാത്രി അനുഭവിച്ചു തീർത്ത ക്രൂരതയുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ നീതിന്യായ വ്യവസ്ഥയുടെ കാലതാമസം ന്യായീകരിക്കാൻ സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സാധിക്കുകയില്ല. അതിനുശേഷം ആ കുടുംബത്തിൻ്റെ കണ്ണീരിനോടൊപ്പം നിൽക്കാൻ പോലീസുകാർ ചെയ്തത് നീതിന്യായ വ്യവസ്ഥകളോ വിചാരണകളോ കൂടാതെ അവരോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
താങ്ക് യു സർ. Thank you, Ramya. Let me now invite contestant number 29, Lakshmi Unnikrishnan. Lakshmi, let's see who your judge is. Ambika Pilla, ma'am. Okay, Lakshmi, right? Yes, ma'am. Okay. Lakshmi, with great, with lots of achievements comes great responsibility as well. Alle? Yes, ma'am. And I have actually been called to judge from Miss India to a lot of Miss Lucknow, Miss Pune, Miss whatever, and I have turned down every single one of them because I don't like to judge girls on how they look. And this time I couldn't say no to her because she said, "Allah ma'am, it's not about the looks, it's about a whole package." And it's Mrs. Kerala is the only reason why I'm here. All right. How important is looks to you? This is my business. Both the looks and the hair and elam. But to you, how important is it the color of your baby's skin, the texture of her hair? Ideke, how important is it? Like, do you think neram venam, neram? You know how difficult this whole color conscious how people are in India. Ellarum ende kasaril irikkumbol they say, "Ma'am, രണ്ട് shade fair neram, make me fairer." And I keep thinking, why? Because you're so beautiful as it is. How important is color to you? And if you have a little girl, do you have a little girl? Boy. You have a boy. ആ little boy ne നിറം ഇല്ലാത്ത ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിക്കുകയോ അതോ will the color be a big issue? And what if you are given a platform to talk on television or something, what will you say about color? We are a nation with inherently dark people, alle? But it's such a big issue, yeah? So if you are given a platform to talk about color, what would you say to the nation, basically? Okay, thank you for the question, ma'am. മാം നേരത്തെ ചോദിച്ച കണക്ക് എൻ്റെ മകൻ ഒരു നിറം കുറഞ്ഞ ഒരു കുട്ടിയെ വിവാഹം കഴിച്ചാൽ എൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും അവനോട് പറയുന്നത്? അത് അവൻ്റെ ചോയ്സാണ്. എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ കളറിലല്ല കാര്യം. ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, അവളുടെ ക്യാരക്ടർ, അവളുടെ വാല്യൂസ്, അവളുടെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകുന്നു, അതാണ് ആ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത്. കളർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ മാത്രമാണ്. എക്സ്റ്റേണൽ വെച്ച് നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു വ്യക്തിയുടെ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് അവളുടെ പേഴ്സണാലിറ്റി, അവളുടെ ക്യാരക്ടർ, അവളുടെ കൈൻഡ് ഹാർട്ട്, അവളുടെ കമ്പാഷൻ ആയിട്ടുള്ള ബിഹേവിയർ, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഡോണ്ട് ഗോ ഫോർ കളേഴ്സ്, ഗോ ഫോർ ദ ഇന്നർ ബ്യൂട്ടി. താങ്ക് യു. Thank you so much. Inviting the next contestant to kindly step forward. Contestant number 10, Shaiji Praveen. The gorgeous, no, I have to change. The hero of this judging panel, Rahul Ishwar. Third question to make it. Gorgeous was more appropriate. Yeah, that's why I changed that. Contestant number 10, Shaiji Praveen. Shaiji, happy to ask you a question. Would you like to have a serious social question or something related to the pageant? Related to the pageant. Okay, fine. Yeah. If you were a judge among us, tell me one person who you would select as the winner among you and tell us a reason why you are better than her. I mean, you have to select a person. Basically, ഇതിൽ നിന്ന് വളരെ നല്ലതെന്ന് ഷൈജിക്ക് തോന്നുന്ന ഒരാളെ സെലക്ട് ചെയ്യുക.
And you can also get the opportunity to say why you are better than that person. No diplomatic answers, only straight answers. We are testing your honesty, not diplomacy. Excuse me, sir. I should select anyone from these, excluding me. Obviously excluding you. Who deserves to win the title? Who deserves to win title? And you can also take the second part, why you should be the winner rather than her. Why I first let That's me. the yeah. First you choose the winner. Yeah. I would definitely say it should be Ashwati. Chess number 21. Just number 21. Is she here? Can you please step forward? One step, okay. The lovely Ranjini lady in was blue. basically tripping on her smile. Continue. That's the thing. She has a beautiful smile that attracts many hearts. Ah. So I obviously have an opinion that she should be the title winner. Very honest answer. The second part. Why should number 10 win over number 21? I'm definitely better than her because Got you. കേരള സ്ത്രീകൾ കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങൾ എനിക്കുണ്ടെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെയാണ് ഈ 2019 ടൈറ്റിൽ. മിസ്സസ് കേരള 2019 is Shaiji Praveen. Oh, nice. Confident. Yeah. That's confidence. Thank you so much. അടുത്ത കണ്ടസ്റ്റന്റിനെ സ്വാഗതം ചെയ്യാം. കണ്ടസ്റ്റന്റ് നമ്പർ 32 അപർണ നായർ. അപർണ, യെസ്, നമുക്ക് 3 ചിട്ടാണ് ബാക്കിയുള്ളത്. എടുത്തോളൂ, പ്രാർത്ഥിച്ച് ഐശ്വര്യമായിട്ട് ഒരെണ്ണം എടുത്തോളൂ. And let's see, ജഡ്ജ് ആരാണ്? Ranjini Hardas, ma'am. Hi, Hello, Aparna. ma'am. How are you feeling? Feeling good. നേരത്തെ രാഹുൽ ചോദിച്ചു പറയാം, സോഷ്യലി റെലവെന്റ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ വേണോ അതോ പാജന്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വേണോ? Ma'am, passionate കുറിച്ചുള്ള question മതി. അപ്പൊ സോഷ്യലി റെലവെന്റ് ആയി ചോദ്യം ചോദിക്കും. ഞാൻ നേരെ ഒന്നും ചെയ്യത്തില്ല മോളെ. No, I'm just kidding. It's not അങ്ങനത്തെ ഭയങ്കര impossible question. Very simple. So imagine ഒരു morning you're waking up. Okay, so നമ്മുടെ രാജ്യത്ത് കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. We'll talk about India, right? So ഒരു രാവിലെ you wake up and ഒരു ജീനി പ്രത്യക്ഷപ്പെട്ടു. And genie told you that 3 വരങ്ങൾ തരാണ്. I'm giving you 3 wishes. ഈ 3 വിഷസിൽ രാജ്യത്തിന് 3 പ്രശ്നങ്ങൾ മാച്ചു കളയാം. Okay. ഏത് 3 പ്രശ്നങ്ങളായിരിക്കും മാച്ചു കളയാ? Thank you for the question, ma'am. Yeah. Ranjini is now into the activism mode, അതെ, ഇന്ന് ഞാൻ ഫുൾ ആക്ടിവിസ്റ്റ് ആണ്, സോറി. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിൽ 3 എടുത്ത് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. കാരണം നമ്മൾ അടുത്തിടെ ഒരുപാട് വാർത്തകൾ, ഓരോ ദിനവും നാം ഉണരുന്നത് സങ്കടകരമായ ഒരുപാട് വാർത്തകൾ കേട്ടുകൊണ്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ. എനിക്ക് ആ ഒരു പ്രശ്നം മാറ്റണമെന്ന ആഗ്രഹമുണ്ട്. നെക്സ്റ്റ്, നമ്മുടെ നിയമവ്യവസ്ഥ തീർച്ചയായും മാറ്റേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ സൗദി രാജ്യങ്ങൾ പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയുള്ള പ്രശ്നങ്ങൾ മതി. Come on, one more. Any wish? Anything that you want for the country. നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന, രാജ്യമല്ല ലോകം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പരിസ്ഥിതി മലിനീകരണം. നമുക്കാവുന്ന രീതിയിൽ നമ്മളിൽ നിന്ന് തുടങ്ങണം, നമ്മുടെ വീടിൽ നിന്ന് തുടങ്ങണം ലോകത്തിൻ്റെ ശുചിത്വം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ നാം നമ്മളെ കുടുംബം വൃത്തിയാക്കിയാൽ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ നമുക്ക് ലോകം ഒരു പരിധി വരെ നമുക്ക് വൃത്തിയുള്ളതായി മാറ്റാൻ സാധിക്കും. നാളത്തെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. നന്ദി. Thank you so much, Aparna. Thank you, ma'am. Thank you, Aparna, and it's time for the next contestant to kindly step forward. Come on. Contestant number 30, Rahana Ranjit. She is definitely wearing a lovely dress. It has a train behind her. Wonderful. Sajina Salim, ma'am. Hi, Rahana.
ഹായ് മാം. ഹൗ ഡു യു ഫീൽ? കുറച്ച് നെർവസ് ആണ്. നെർവസ് ആണോ? ഹൂ ഈസ് യുവർ റോൾ മോഡൽ അതർ ദാൻ യുവർ ഫാമിലി മെമ്പർ? എൻ്റെ റോൾ മോഡൽ ഓരോ സൂര്യോദയവും ഓരോ സൂര്യാസ്തമയവും ചിരിക്കുന്ന ഓരോ വ്യക്തികളുമാണ്. Thank you, sweet and simple answer. And we have one more beautiful lady on the stage. Contestant number 7, Purnima Vishwanathan. മുൻപോട്ട് കടന്നു വന്നോളൂ. And exactly ഒരു വ്യക്തിയാണ്, ഞാൻ നോക്കട്ടെ മാത്തമാറ്റിക്സ് എത്ര സ്ട്രോങ് ആണ് നോക്കാം. ആരായിരിക്കും? നമുക്ക് 7 ജഡ്ജസും അതേപോലെ 14 കണ്ടസ്റ്റൻസും ആയിരുന്നു. സോ ഒരാൾ ഇനി ബാക്കിയുണ്ട്. ആരാണ്? ഹു ഇസ് ദാറ്റ് വൺ ജഡ്ജ് ഹു ഹാസൻ ആസ്ക്ഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? കുഴപ്പമില്ല, നമുക്ക് ചൂസ് ചെയ്യാം. ലെറ്റ്സ് സീ. ഓക്കെ, ലെറ്റ്സ് സീ. വാട്ട് ഈസ് യുവർ ഗെസ്? I guess it's Rachna. രചന. ഓക്കെ, ഐ ഓണസ്റ്റ്ലി ഡോണ്ട് നോ. ഇവിടെ നോക്കാം ആരാണ്. ഫ്രണ്ടിലോട്ട് വന്നോളൂ കുറച്ചുകൂടെ. The gorgeous Ambika ma'am. You are gorgeous. Thank you so You much. seriously are. I mean, you walked on and you lit all our faces up. You're Thank stunning. you so much. What's your name? Sorry. My name is Purnima. Purnima. Yeah. Okay, Purnima. You are beautiful, you know, and you could win this crown very easily. And what seriously does it mean to you? I mean, what did you fight with anybody to come on this, to take part in Mrs. Kerala? I'm talking about your in-laws, your husband. ആരെങ്കിലും പറഞ്ഞോ പോണ്ടാന്ന്? Definitely not. Everybody said go for it. Definitely. But you know, the thing is, there are a lot of girls, I'm sure, who have fought with their parents. They've argued with their in-laws. എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ വന്ന് നിൽക്കുന്നത്. You know, to win a crown, there are only 4 winners. There's only one. There are 4 crowns and one serious winner, right? So with that crown, in case you do win, what were you thinking of coming and taking part in a Vedi like this? And why? What will you do with that crown? Please tell me. I mean, do you want to become a model? Do you want to walk the ramp? What do you want to do? Why do you want that crown so badly? Yeah? Thank you so much for the question, ma'am, and wish you a Merry Christmas. Definitely, I'm a social entrepreneur by profession. I believe that for a progressive society, there has to be equal contribution from both man and a woman. And I see that there are a lot of women in our state who are not coming forward. They face, I say that the biggest challenge for a woman is within herself. So it's all about breaking the stereotype within herself. So I believe definitely this beautiful crown will give me the leadership skill to empower other women, to strengthen them, to motivate them. Because coming for a pageant, I was just thinking about a beauty pageant, that's it. But then I realized that the last 2-3 days have been really challenging. But in spite of all that, I could bring the best grace in my face. Now I'm standing with a terrible knee pain because I'm not used to wearing heels. But then I understand that it's all for it's my dream. Yeah. So definitely I'm ready to compromise anything for my dream. And that is my biggest strength. Thank you. Thank you so much. Well, ladies and gentlemen, with that, all 14 ladies on the stage have answered the questions. ഈ ഒരു സമയം വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടുള്ളത്. There was actually a bit of a confusion while transferring the list of selected candidates from the judges to backstage, and actually, judges had selected 14 അല്ല 15 കണ്ടസ്റ്റൻസിനെയാണ് സെക്കൻഡ് റൗണ്ടിലേക്ക് ജഡ്ജസ് തിരഞ്ഞെടുത്തത്. And now it's time for us to welcome that one deserving contestant who we missed out to call on the stage, and that is contestant number 31, Sarita Ravindranath. With all the love you have, നല്ലൊരു കൈഡിയോടെ സ്വാഗതം ചെയ്യാം contestant number 31,
So it was basically a tie. 14 പേരെ അല്ല 15 പേരെ ആയിരുന്നു സെക്കൻഡ് റൗണ്ടിലേക്ക് തിരഞ്ഞെടുത്തത്. So Sarita, congratulations, and this is your moment. So Sarita, you are a lucky contestant. Request you to step forward. കാരണം മറ്റൊന്നുമല്ല, സരിതയ്ക്ക് ഇഷ്ടമുള്ള ജഡ്ജിനെ ചൂസ് ചെയ്യാം. We have a wonderful panel out there, and ആരെയാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്? എല്ലാവരെയും എനിക്കിഷ്ടമാണ്, എങ്കിലും ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് സജിന സലീമിനാണ്. താങ്ക് യു സരിത. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം? സരിതയുടെ കാഴ്ചപ്പാടിൽ നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം? താങ്ക് യു ഫോർ യുവർ ക്വസ്റ്റ്യൻ മാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു സ്ത്രീ ആയിരുന്നതുകൊണ്ട് ഞാൻ തീർച്ചയായും സ്ത്രീ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുക, മാലിന്യം എങ്ങനെ വിമുക്തമാക്കാം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എൻ്റെ ഒരു സ്വപ്നമാണ്. അതോടൊപ്പം തന്നെ മെയിനായിട്ടും സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. അത് പല സ്ഥലങ്ങളിലും സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ്. ഇതാണ്. താങ്ക് യു മാം. സരിത, ഹൗ ഡു യു ഫീൽ നൗ? ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി ഞാനങ്ങ് ബ്ലാങ്ക് ആയി പോയിരിക്കുകയാണ്. സൂപ്പർ എക്സൈറ്റഡ്? യെസ്. And Sarita, you should feel proud about yourself because every judge was asking, what about that Sarita Ravindranath contestant? Yeah, we noticed the mistake. I mean, not we, one of them. But we. You know, also I have to tell you, Panda, Get Gorgeous, there was a program, and I was a judge on it, unfortunately. and somebody got thrown out, and it was by mistake, and she was brought back on. She went on to win. Yep, she went on to win that Get Gorgeous thing. So, all the best. You never know, you know. I think it was Ashwati who spotted it. Yeah, she spotted it, and all of us were like, what? Thank you. And one applause for Ashwati too for spotting it right. Thank you, ma'am. All right, thank you so much, and once again congratulations, especially to contestant number 31 Sarita, and like they say, may the best woman win. So ladies and gentlemen, with that we have come towards the end of the second round. These wonderful women will be joining us again in the next round, and from these wonderful women, 6 contestants will move on to the final round. So ladies and gentlemen, it's time for you to say goodbye to the audience here right now. Thank you so much, girls. Thank you. So ladies and gentlemen, final roundilekana namal povunathu. This has been definitely one of a kind of a evening night. Truly memorable, truly different. ഇത്രയും നേരത്തെ ആകാംക്ഷ, ഇത്രയും നേരത്തെ കാത്തിരിപ്പ്, ഇനി വരാനുള്ള കുറച്ച് നിമിഷങ്ങളിലേക്കാണ് the final moments of this wonderful pageant. So are you all ready? Are you all ready for that? Ready or no? Are you all ready for the excitement? And once again, let me mention the rules of this round. This is a round where all 6 finalists will be given one common question, and they will get exactly 1 minute to write down their answer for the question, after which they will read out exactly what they have written, nothing more, nothing less. All right? So ladies and gentlemen, Espanio Events, Aushadi, Mrs. Kerala 1920 final 6 contestants. ആരാണ് എന്ന് നമ്മൾ അറിയാൻ പോകുന്ന നിമിഷമാണ്. And the first finalist, the first contestant to make it to the final round is contestant number 21. Congratulations! The first finalist, congratulations! Can we have the wonderful contestant on stage? Ashwati Mohan. And now, ladies and gentlemen, it's time for us to know who is the next contestant in the final round, and that is contestant number 7, Purnima Vishwanathan. Congratulations! And now, ladies and gentlemen, it's time for us to know who is the next contestant number 20, Ramya
അടുത്ത contestant who has made it to the finals, contestant number ആരായിരിക്കും? She is really lucky, I would say. Contestant number 31, Sarita Ravindranath. Congratulations. ഒരാൾ കൂടി ഫൈനൽസിലേക്ക്. ജസ്റ്റ് വൺ മോർ പേഴ്സൺ. 5 സുന്ദരികളും ഓൾറെഡി ഇവിടെയുണ്ട്. 6ാമത്തെ സുന്ദരി ആരാണ്? ദാറ്റ് വൺ പേഴ്സൺ. ഒരാളും കൂടി വന്നാൽ മാത്രമേ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ, അവർക്കുള്ള ക്വസ്റ്റ്യൻ നൽകാൻ സാധിക്കുകയുള്ളൂ. So who do you think, ladies and gentlemen, is that one contestant number 25, Ashwati Ranjit? Congratulations! So these are our finalists. And നിങ്ങൾക്കുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് കൃത്യം 1 മിനിറ്റ് ആണ്. You're requested to write your answer within that time. And അതിനുശേഷം നിങ്ങൾ എഴുതിയത് മാത്രം നിങ്ങൾ മൈക്കിലൂടെ പറയുന്നതായിരിക്കും. And the question for you, judges, നിങ്ങളോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, the final question that will decide who amongst these wonderful women will walk home with the crown of Mrs. Kerala 2019. ചോദ്യം: what are the 3 values you can teach your child to inspire social and cultural harmony, unity in India? Once again, please do not start writing. Do not start writing. What are the 3 values you can teach your child to inspire social and cultural harmony, unity in India? So I believe all contestants are clear with the question. All right, please do not start writing. Your time starts now. Ladies, you get exactly 1 minute. Please write down your answer for the question. At the end of 1 minute, you're requested to put your pens down and read out whatever you have written on the paper. You have 40 seconds more to write the answer for the question. Please note points either. Make sure you write whatever you plan to say. You will be allowed to say only what is written on your paper. Ladies, 10 seconds more. 7, 6, 5, 4, 3, 2, 1, and time up. Ladies, pens down, everyone, all 6 of you, pens down. Thank you so much. All right, so now it's time for us to hear their answers, and I think we will start from this corner. Here we have contestant number 21. Judges, let's start from this side. Contestant number 21, please read out the answer you have written. Thank you for the question. My answer for it is respect for each other, whether it is a man or a woman. Give equal respect for everyone. Be bold enough to talk your thoughts if they are right. Do not step back for that. Love, care, and confidence is important to maintain the same. Thank you. Thank you so much, contestant number 21. Moving on to contestant number 20. Rimya Suryakumar. Thank you, judges. The 3 values to teach the children are: ഒന്നാമത്തേതായി നേതൃത്വ പാടവം വികസിപ്പിക്കുക, താൽക്കാലിക പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക, ബുദ്ധിപരമായി ചിന്തിക്കുക, റെസ്പെക്ട് ടു അതേഴ്സ്. താങ്ക് യു. Thank you so much for the answer. And let's move on to contestant number 25, Ashwati Ranjit. Thank you for the question. 3 points എനിക്ക് എഴുതാൻ കിട്ടിയില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുകയും എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുക. Sweet and simple. Thank you, Ashwati.
അടുത്ത കണ്ടസ്റ്റന്റിന്റെ ആൻസർ എന്താണെന്ന് നമുക്കറിയാം. കണ്ടസ്റ്റന്റ് നമ്പർ 31 സരിത. മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ. മാതാവിനെയും പിതാവിനെയും വന്ദിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, അതുപോലെ തന്നെ പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കുക, ബഹുമാനിക്കുക. Thank you so much. Moving on to the next contestant, contestant number 13, Tina Jason. 1-3. Good evening once again. Give respect and take respect. Compassion. സഹജീവികളോടും എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പ. മതസൗഹാർദ്ദം. Thank you so much, Tina. Moving on to contestant number 7, Purnima. Good evening, everybody. Coming to the cultural part, I would say it is respect every tradition, custom, and all religions. And coming to the social aspect, I would say respect every individual, communicate with every individual, develop the right body language because action speaks louder than words. Thank you. Request you to read what you have written once Madam? again. You should exactly only, what is there you in the should only paper. say what is written in the paper. How to communicate, how to respect every individual, and how to develop your body language. Cultural, respect tradition, customs, and respect all religions. All right, thank you so much, Purnima. Ladies and gentlemen, can we have a huge round of applause for all the final 6 contestants who gave absolutely brilliant answers. Yes, we are definitely looking for that beauty with the brains. And ഇവരെല്ലാവര് കിരീടം ചൂടും എന്നറിയാൻ കുറച്ച് നേരം കൂടി നമുക്ക് കാത്തിരിക്കണം. Our judges are definitely making that very, very difficult decision. So meanwhile, let's give them time to make that decision. It's time for the lovely girls to exit and come back for the crowning ceremony. We have a lot of subtitle winners to be honored. Thank you so much, ladies and gentlemen. Can we hear it for the wonderful contestants?